സാധാരണയായി അനുഭവപ്പെടുന്ന ഉത്കണ്ഠ അഥവാ നോർമൽ ആൻസൈറ്റി എപ്പോൾ ഒരു വ്യക്തിയിൽ ആൻസൈറ്റി ഡിസോർഡറായി മാറുന്നു എന്ന് കാണിക്കുന്ന 5 പ്രധാനപ്പെട്ട സയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതുപോലുള്ള മെഡിക്കൽ ഇൻഫർമേഷൻസ് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിയന്ത്രിക്കാനാവാത്തതോ അമിതമായ ഉത്കണ്ഠ, എക്സസീവ് ആൻഡ് അൺകൺട്രോളബിൾ വറി. കാരണമൊന്നുമില്ലാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഭയം എന്നും നമ്മുടെ മനസ്സിലുണ്ടാവുക. നമ്മുടെ മനസ്സ് എന്നും അസ്വസ്ഥമായിരിക്കുന്ന അവസ്ഥ. മാത്രമല്ല ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്യുക. ഇത് 6 മാസത്തിൽ അധികം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ആൻസൈറ്റി ഡിസോർഡറായി കണക്കാക്കപ്പെടും. ഇതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ സൈൻ. രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് ശാരീരിക ലക്ഷണങ്ങളാണ്. ഒരു മെഡിക്കൽ കാരണവുമില്ലാതെ നെഞ്ചിടിപ്പ് അനുഭവപ്പെടുക, ശ്വാസതടസ്സം, വയറിലെ അസ്വസ്ഥതകൾ, വിട്ടുമാറാത്ത തലവേദന, വിറയൽ, തലകറക്കം തുടങ്ങിയവയൊക്കെ ആൻസൈറ്റി ഡിസോർഡറിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് സാഹചര്യങ്ങളെ ഒഴിവാക്കാനുള്ള പ്രവണതയാണ്, അതായത് അവോയ്ഡൻസ് ബിഹേവിയർ. ഉത്കണ്ഠയോ ഭയമോ ഉണ്ടാകുമെന്ന് കരുതി പൊതുസ്ഥലങ്ങളിൽ പോകുന്നതും ആളുകളുമായി സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകുന്നതും കണ്ടുവരാറുണ്ട്. വിട്ടുമാറാതെ ഉറക്കക്കുറവും കഠിനമായ ക്ഷീണവും, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആൻഡ് ക്രോണിക് ഫെറ്റീഗ്നെസ്. ഉത്കണ്ഠ നിറഞ്ഞ ചിന്തകൾ കാരണം ഉറക്കക്കുറവ് ഉണ്ടാവുക, അതുപോലെ തന്നെ ഉറങ്ങിയാൽ തന്നെ ഇടയ്ക്കിടെ ഞെട്ടി ഉണരുക, മാത്രമല്ല രാവിലെ ഉറക്കമെണീക്കുമ്പോൾ കഠിനമായ പേശിവേദനയും അതുപോലെ തന്നെ ഉറക്കക്ഷീണവും ഉണ്ടാവുക. ഇത് പ്രധാനപ്പെട്ട ആൻസൈറ്റി ഡിസോർഡറിന്റെ ലക്ഷണമാണ്. ഇത് 6 മാസത്തിൽ കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടതുണ്ട്. അഞ്ചാമത്തേതും മറ്റൊരു പ്രധാനപ്പെട്ട സൈനുമാണ് എപ്പോഴും ഉണ്ടാകുന്ന അസ്വസ്ഥതയും അതുപോലെ തന്നെ ഏകാഗ്രത കുറവും, അതായത് റെസ്റ്റ്ലെസ്നെസ് ആൻഡ് ബ്രെയിൻ ഫോഗ്. ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, പെട്ടെന്ന് ദേഷ്യം വരിക, മൈൻഡ് എപ്പോഴും ഓൺ എഡ്ജ് ആയിരിക്കുന്ന അവസ്ഥ, മാത്രമല്ല ചെറിയ കാര്യങ്ങളിൽ പോലും വിരണ്ടു പോവുക. ഇതൊക്കെ ആൻസൈറ്റി ഡിസോർഡറിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്.